ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സ്ട്രോബെറി കൊണ്ടുള്ള നല്ലൊരു പുഡിങ്ങാണ്. ചവ്വരിയും എല്ലാം ഇട്ടിട്ടുള്ള നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്. ഇനി നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് നമുക്ക് കുറച്ച് സ്ട്രോബെറി വേണം. സ്ട്രോബെറി നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തു വെക്കണം. ആദ്യം നമുക്ക് സ്ട്രോബെറി കൊണ്ടുള്ളൊരു ജെല്ലി ഉണ്ടാക്കണം. അതിനായിട്ട് സ്ട്രോബെറി നന്നായി ചെറുതായി അരിഞ്ഞിട്ട് അതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി വേവിക്കണം. സ്ട്രോബെറി ഒന്ന് വെന്തിട്ടുണ്ട്. അതിലേക്ക് ചെറിയ മധുരത്തിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. ഞാൻ നോർമലായിട്ട് ഈ ജെല്ലി മിക്സൊക്കെ കിട്ടും, പക്ഷെ ഞാനിത് വീട്ടിൽ നിന്ന് തന്നെ റെഡിയാക്കാൻ വേണ്ടി ട്രൈ ചെയ്തതാണ്. ഇപ്പം നന്നായി വെന്തിട്ടുണ്ട് സ്ട്രോബെറി. അതിൻ്റെ കളറെല്ലാം നന്നായി കാണുന്നുണ്ട്. ഇനി നമുക്ക് ജെല്ലിയുടെ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് അതിലേക്ക് 100 ഗ്രാം ജെലാറ്റിൻ അല്ലെങ്കിൽ അഗർ എടുത്തിട്ട് കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കണം. ഞാനിവിടെ ഈ ജെലാറ്റിൻ 100 ഗ്രാം ജെലാറ്റിൻ സോക്ക് ചെയ്യാൻ 2 കപ്പ് വെള്ളം എടുത്തു. കുറച്ച് നേരം സോക്ക് ചെയ്തതിന് ശേഷം അത് നന്നായിട്ട് ഡിസോൾവ് ആയിട്ടുണ്ടാവും. അതിനുശേഷം അത് അടുപ്പിൽ വെച്ച് കുറച്ച് നേരം ചെറു തീയിൽ ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. അപ്പോഴത്തേക്കും അതിലുള്ള ജെലാറ്റിൻ നന്നായി ഡിസോൾവ് ആയിട്ടുണ്ടാകും. ഇനി ഈ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള ജെലാറ്റിൻ മിക്സില്ലേ, അത് ചൂടോടുകൂടി തന്നെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള സ്ട്രോബെറി മിക്സിലേക്ക് സ്ട്രെയിൻ ചെയ്ത് വയ്ക്കണം. എന്നിട്ട് അത് തണുക്കുന്നതിന് മുമ്പേ തന്നെ നന്നായി മിക്സ് ചെയ്ത് ഒന്നും കൂടെ രണ്ടും ചേർത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് സ്ട്രെയിൻ ചെയ്തിട്ട് സെറ്റ് ചെയ്യാൻ വെക്കണം. ഒരു 5-10 മിനിറ്റ്സിൽ അതൊന്ന് തണുക്കുമ്പോഴത്തേക്ക് അത് നന്നായി സെറ്റായിക്കോളും. അങ്ങനെ നമ്മുടെ സ്ട്രോബെറി ജെല്ലി അവിടെ നിന്ന് സെറ്റാകട്ടെ. അപ്പോഴത്തേക്കും നമുക്കിനി അടുത്ത എന്താ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇനി നമുക്ക് വേണ്ടത് ഒരു 2 ടേബിൾ സ്പൂൺ ചവ്വരിയാണ്. ചവ്വരി അല്ലെങ്കിൽ സാബൂനരി അത് കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം അത് ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. അങ്ങനെ ചവ്വരി ഇവിടെ ബോയിൽ ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഞാൻ ആ സ്ട്രോബെറി വേവിച്ചെടുക്കുന്നതിന് മുമ്പ് അതിൽ നിന്ന് കുറച്ച് സ്ട്രോബെറി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ആ സ്ട്രോബെറി ചെറുതായി അരിഞ്ഞിട്ട് ഒരു മിക്സിയിലെ ജാറിലിട്ടിട്ട് കുറച്ച് ഒരു 2-3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡും ഒരു 1/2 കപ്പ് പാലും 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്തിട്ട് നന്നായി അടിച്ചെടുക്കണം.
ഇത് നമ്മുടെ സ്ട്രോബെറി ജെല്ലി ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. അത് ചെറിയ ഒരു കത്തിയോ സ്പൂണോ വെച്ചിട്ട് ഒന്ന് ഇത് വരയായി ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ നല്ല ക്രിസ്റ്റൽ പോലെ കിട്ടും. കാണാൻ നല്ല ഭംഗിയാണത്. ഇനി നമുക്ക് സ്ട്രോബെറി പുഡിംഗ് റെഡിയാക്കാം. അതിന് ആദ്യം ഒരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് വേവിച്ച് വെച്ചിട്ടുള്ള സാബുനരി ചേർക്കണം. അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ജെല്ലി ചേർക്കണം. പിന്നെ നമ്മൾ അടിച്ചു വെച്ചിട്ടുള്ള സ്ട്രോബെറി മിക്സ് ചേർക്കണം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. വേണമെങ്കിൽ അതിലേക്ക് സ്ട്രോബെറിയുടെ ചെറിയ പീസ് കൂടെ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഞാൻ അതിനായിട്ടുള്ള സ്ട്രോബെറി എടുത്ത് വെക്കാൻ മറന്നുപോയി, അതുകൊണ്ടാണ് അതിൽ ചേർക്കാണ്ടിരുന്നത്. ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കുടിക്കാൻ നല്ല ടേസ്റ്റാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇനി നമുക്ക് അടുത്ത വീഡിയോയുമായി കാണാം. ബൈ.